തടോ. ഞാൻ അടിക്കുന്ന ആദ്യ അടി മുതൽ അവൻ മരിക്കുന്ന അവസാന അടി വരെ വീഡിയോ എടുക്ക്. ദയാളൻ എനിക്ക് വേണ്ടി എത്ര വീഡിയോ എടുത്തിട്ടുണ്ടെന്നറിയോ? ആരുടെ മേത്ത കൈവച്ചെന്നറിയോ? ഒന്ന് വേഗം വണ്ടി വിട്. ദയാളന്റെ മേത്ത് നീ കൈവച്ചു അല്ലടാ, ഇഞ്ചിഞ്ചായി നീ ചാകണം. അവിടുന്ന് കിട്ടി ഇവിടുന്ന് കിട്ടി എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ അവൻ കൊണ്ടുവന്ന് തരും. അവനെ നീ അടിച്ച് ചതച്ച് കിടത്തി കളഞ്ഞില്ലടാ, നീ ചാവണോടാ. വെറുതാ 10 മിനിറ്റിനകം ഇവനെ തീർത്ത് കഴുത്തിൽ കയറിട്ട് കെട്ടിത്തൂക്ക്. ചേട്ടൻ ജയിലിൽ പോയി, അച്ഛന്റെ കട പോയി, ഇവന്റെ ജോലി പോയി. ആ വിഷമം കൊണ്ട് PT മാഷ് തൂങ്ങിച്ചത്തൂന്ന് നാട്ടുകാർ പറയട്ടെ. ശരി സാറേ, എന്നെ കൊണ്ടുപോ, എന്നെ കൊണ്ടുപോ സാറേ. ഇതേ ഇവനെന്തോ പറയുന്നുണ്ട്. എന്നെ കൊണ്ടുപോ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോ, എന്നെ ഇവിടുന്ന് കൊണ്ടുപോ. ദയാലും നിങ്ങൾക്ക് എത്ര സമ്പാദിച്ചു തന്നുവോ അതിൻ്റെ 5 മടങ്ങ് ഞാൻ സമ്പാദിച്ചു തരാം. എന്നെ കൊണ്ടുപോ ഇവിടുന്ന്. വരുവണ്ണാതുരേ, കാലത്ത് വരുമെന്നാ കരുതിയത്. വാങ്ങിക്കോ അണ്ണാതുരേ, നിനക്ക് തന്നെയാ. നാട് മുഴുവനും കൈവച്ചിട്ട് അവസാനം എൻ്റെ വീട്ടിലും കൈവച്ചു അല്ലേ? എൻ്റെ കട എനിക്ക് തിരിച്ചു തരണം. കട നിനക്ക് തിരിച്ചു തരാനോ? ഡോ ദാമു, ഇവനെ പുറത്താക്കി ഷട്ടർ ഇടോ. കണക്ക് നോക്കണം. മതിയനിയ, ഇപ്പോ ജയിലിൽ നിന്ന് ഇറങ്ങിയല്ലുള്ളൂ. അവിടെ ഇരിക്കെ, കണക്ക് നോക്കണമെന്ന് പറഞ്ഞില്ലായിരുന്നോ? നോക്കിട്ട് പോ. ഷട്ടർ താഴ്ത്തിട്ട് വിരട്ടി ചോദിച്ചാ പേടിച്ചിട്ട് തരുന്നാണോ? ഞാനതിന് വിരട്ടിയില്ലല്ലോ. എന്താ കളിക്കുക? കൈയും കാലും ഒടിഞ്ഞതുകൊണ്ട് ഇവൻ ഒന്നും ചെയ്യില്ല എന്നുള്ള വിചാരമാണോ? കാണണോ? ഇപ്പം നിന്നെ ഇവിടെ വെച്ച് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കാണണോ നിനക്ക്? നീ വെല്ലൂർ ജയിലിൽ തന്നെയല്ലായിരുന്നോ? നീ അകത്തുണ്ടായിരുന്നപ്പോൾ വന്നു പോയിക്കൊണ്ടിരുന്ന മഹിയില്ലേ, അവനെയാ ഞാനിപ്പോൾ വിളിക്കുന്നത്. യാർഡിലാ ഉള്ളത് മഹി. നിന്നോടിപ്പോൾ സത്യം പറയുന്നത് കൊണ്ട് എന്താ? ഒരുത്തനെ പറ്റിച്ച് കട എഴുതി വാങ്ങി. എന്നിട്ട് 7 വർഷം കഴിഞ്ഞ് വന്ന് എന്നെ പറ്റിച്ചു, എൻ്റെ കട എനിക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞ് വന്നിരിക്കുക. അവനെ എന്താ ചെയ്യേണ്ടത് നീ ഒന്ന് പറ. എന്റെ ചേട്ടാ, അവനെ വെട്ടി അവിടെ ഇട്. വേണമെങ്കിൽ ഞാൻ 2-3 പേരെ അങ്ങോട്ട് വിളിച്ചിട്ട് വരാം. എന്താ, വരട്ടെ? എന്താ പറഞ്ഞ മഹി? വെട്ടിക്കൂട്ടി വാഴയ്ക്ക് തടവിടേട്ടാ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ? എന്താ നീ പേടിച്ചു പോയോ? ഇനി ഒരു പ്രാവശ്യം കൂടി നീ റിസീവർ എടുത്താലുണ്ടല്ലോ, നിന്റെ ജീവൻ എടുക്കൂടെ വെച്ച്. അടച്ച ഷട്ടർ നീ തന്നെ തുറന്ന് പുറത്തേക്ക് ഓടിക്കോ. ഞാനൊരു ഫോൺ ചെയ്തോട്ടെ? എന്താടാ, ജയിലിലെ കൂട്ടുകെട്ടാ? ആരെ നീ വിളിക്കാൻ പോകുന്നേ? നമസ്കാരം, ആരാണ്? ഹലോ, ചേട്ടനെന്തിനാ ഫോൺ കട്ട് ചെയ്തേ? എന്നോട് പറയാനുള്ളത് അനിയനോട് പറയാമായിരുന്നല്ലോ. അവൻ എന്നെ കൊന്നുകളയും, അടിച്ചു കൊന്നുകളയവൻ. അതാ ഞാനും പറഞ്ഞത്, മര്യാദയ്ക്ക് ആ കടയെങ്കിൽ തന്നേര്. എൻ്റെ കട എനിക്ക് തരുന്നതിന് നീ എന്തിനാ ആലോചിക്കുന്നത്? വേണ്ട അണ്ണാതുരേ, ഞാൻ തന്നേക്കാം. എപ്പോ?
നാളെ തന്നെ തന്നേക്കാം. നാളെ എന്ന് വെച്ചാൽ എപ്പോ? കാലത്ത് കാലത്തെന്ന് വെച്ചാൽ എപ്പോ? 10-10:30. 10-നോ 10:30-ക്കോ? 10 മണിക്ക്. 10 മണിക്ക്. നാളെ രാവിലെ രജിസ്റ്റർ ഓഫീസിൽ 10 മണിക്ക് ഒപ്പിടണം. വാങ്ങി മാത്രം ശീലമുള്ള നിനക്ക് കൊടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. എനിക്ക് തന്നേക്ക്, നന്നായിരിക്കും. എടാ അരുണേ, നിന്റെ ചേട്ടനെ കൊന്നവൻ വന്നിരിക്കുന്നു. 7 വർഷം ഞാൻ ഉള്ളിൽ കിടന്ന് അനുഭവിച്ചതിനേക്കാൾ നിങ്ങൾ പുറത്തനുഭവിച്ചെന്ന് എനിക്കറിയാം. ഒരു പെൺകുട്ടിക്ക് സ്വന്തം അച്ഛൻ ചെയ്യുന്ന പോലെ മറ്റൊരാൾക്ക് ചെയ്യാൻ കഴിയില്ല. എങ്കിലും എന്നെ കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഞങ്ങളുടെ കടയുടെ ഒരു വീതം എൻ്റെ അനിയൻ്റെ പേരിലും ബാക്കി എൻ്റെ വീതം ഉള്ളത് ഈ കുട്ടിയുടെ പേരിൽ ഞാൻ എഴുതിയിരിക്കുകയാണ്. തെറ്റിദ്ധരിക്കരുത്. ദയവേത് ഇത് വാങ്ങണം. ഇത് വാങ്ങൂ. അങ്കിള് വരട്ടെ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. അച്ഛാ, ആരാടത്? എടുക്കൈ. അച്ഛനെന്ന് വിളിക്കുന്നു. ആരാടാ നീ? നിനക്ക് അച്ഛനെന്ന് വിളിക്കാൻ എന്താടാ യോഗ്യത? അച്ഛനെന്ന് വിളിക്കുന്നല്ലടാ. മൂത്തവനാണല്ലോ എന്ന് കരുതി നിന്നെ ഞാൻ അത്രയ്ക്ക് ലാളിച്ചല്ലടാ വളർത്തിയത്. ഈ കുടുംബത്തെ ചിന്ന ഭിന്നമാക്കിയില്ലടാ. ഇറങ്ങി പോടാ. കട ഞാൻ തിരിച്ചു വാങ്ങിച്ചമ്മേ. ആർക്ക് വേണോടാ നിന്റെ കട? എന്റെ മകന്റെ ജീവിതം തരിപ്പണമാക്കിയിട്ട് ഞങ്ങൾക്ക് പിച്ച തരുവാനോടാ നീ? അത് ചെയ്ത കുട്ടി പാവത്തിന് പരിഹാരം ചെയ്യാണോ? ഞാൻ ചത്താലും നീ എന്റെ ശവം കാണാൻ വരില്ലേ? എന്റെ ചിത മൂട്ടാൻ പോലും നീ ഉണ്ടാവരുത്. പോടാ, പോടാ ഇവിടുന്ന്. പോയിറങ്ങി പോകാൻ. ഒരു മകൻ നമുക്ക് ഇല്ലാന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ 2 മക്കളും ഇല്ലാതായിരുന്നേ. Unexpected, but the pressure has been building relentlessly for Robert Mugabe to resign. സാറേ നമസ്കാരം. വന്നട്ടെ സാറേ. ചേട്ടൻ വന്നിട്ടുണ്ട്. അകത്തോട്ട് കൂട്ടിക്കൊണ്ട് വരട്ടെ? ചേട്ടാ, അണ്ണാതുര വന്നിട്ടുണ്ട്. തമ്പിയേട്ടൻ തന്നുവിട്ടാ ചേട്ടാ. ചേട്ടനെ അന്വേഷിച്ചെന്ന് പറയാൻ പറഞ്ഞു. ആ ചേട്ടാ, ഒന്ന് പുറകോട്ട് വന്നേ. ആ ഒന്ന് വാ വാ. മുതലാളിനെ കാണാൻ തമ്പിതുരയുടെ ചേട്ടൻ വന്നിട്ടുണ്ട്. ചേട്ടാ. വാടോ അണ്ണാതുരെ. കണ്ടിട്ട് തമ്പിതുരെ പോലെ തന്നെ ആയിരിക്കുന്നല്ലേ? ഇരിക്കെ, കഴിക്ക്. വേണ്ട ചേട്ടാ, ഞാൻ കഴിച്ചിട്ടാ വന്നേ. ആ, തമ്പിതുരയുടെ ആവശ്യത്തിന് വേണ്ടി ഞാൻ MLA ഫോൺ ചെയ്തിരുന്നല്ലോ. 4 ദിവസമായിട്ട് പോയിട്ടില്ല അത്രേ. എന്താ? ജീവനിൽ
പേടി തോന്നി തുടങ്ങിയല്ലേ? മകള് വലിയ കുട്ടിയായി. അവളുടെ കല്യാണം നന്നായി നടത്തണം, പേരക്കുട്ടികൾ വേണം, സുഖമായിട്ട് ജീവിക്കണം. എടാ, നിന്റെ സന്തോഷത്തിന് വേണ്ടി MLA മുണ്ടൂരി ട്രൗസർ ഇടണം. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ വരും, ആവശ്യം കഴിയുമ്പോൾ പോവും. മര്യാദയ്ക്ക് നാളെ തൊട്ട് അവന്മാരുടെ കൂടെ പൊക്കോണം. ഇല്ലെങ്കിൽ തലയാർത്ത് കളയും. കേട്ടോടാ, പോടാ. താൻ പറയടോ. ഒന്നുമില്ല ഏട്ടാ, ഞാൻ പിന്നീട് ഒന്ന് കണ്ടോളാം. എന്തിനാ മടിക്കുന്നേ? കാശ് വല്ലതും വേണോ? ഒന്നും വേണ്ട, ഞാൻ പിന്നീട് വന്നോളാം. വരട്ടെ. അച്ഛാ, ഈ മരുന്ന് കഴിക്കച്ചാ. നേരം വെളുത്ത കല്യാണമായിരുന്നു 7 വർഷത്തിന് മുമ്പ്. ഹലോ, എനിക്കൊന്ന് കാണണം. എവിടെയാ ഉള്ളതെന്ന് പറ, ഞാൻ വരാം. ബസ് സ്റ്റാൻഡിലേക്ക് പോട്ടെ. ചേട്ടാ, കൈലാസം ദേ വീട് വിട്ട് പോവുക. എന്താ നേതാവേ? കൈലാസ് നാട് വിട്ട് പോവാണെന്ന് പറയുന്നു. യാത്രയപ്പം നന്നായിരിക്കട്ടെ. വേണ്ടതുപോലെ ചെയ്യാം. തമ്പിതുരയ്ക്ക് ഫോൺ ചെയ്ത് വേഗം വരാൻ പറ. ശരി, ഞാൻ വിളിക്കാം. തമ്പിതുരയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നാ പറയുന്നത്. സ്വിച്ച് ഓഫ് ആണോ? അച്ഛന്റെ അവസ്ഥ വളരെ മോശമായിക്കൊണ്ടിരിക്കുക. ഇനി എപ്പോഴാ നമ്മുടെ കല്യാണം? ഞാൻ ചെയ്യുന്ന അപകടം പിടിച്ച ജോലിയാ. എപ്പോ വേണേലും ചാകാം. നിനക്കറിയില്ലേ ഒന്നും? നമുക്ക് ഈ നാട് വിട്ട് ദൂരെ എവിടെയെങ്കിലും പോയാലോ? പിടിക്കണവനെ. അയ്യോ, എന്താണ് നടക്കുന്നത്? അയ്യോ, ഒന്നും ചെയ്യില്ലേ, ഒന്നും ചെയ്യില്ലേ. അയ്യോ, ഒന്നും ചെയ്യില്ലേ. രക്ഷപ്പെടാൻ ശ്രമിച്ചാലും അവര് വിടില്ല. ഞാൻ ആദ്യം അമ്മയും അച്ഛനെയും കൂട്ടി ദൂരെ എവിടേക്കെങ്കിലും പോവാം. നീ പിന്നാലെ വന്നാ മതി. നിങ്ങൾ വാ, പൊയ്ക്കോ. ചേട്ടാ, വേണ്ട ഏട്ടാ, കുട്ടികളല്ലേ, അവരെ വിട്ടേക്ക്. ഒരു കൊലയ്ക്ക് 6 സാക്ഷിയോ? ഇത് പ്രശ്നമാകും തമ്പിതുരെ. ഇവര് പറയുന്നത് ശക്തമായ തെളിവായിരിക്കും, യാതൊരു സംശയം വേണ്ട. ഒരുത്തിനെയും ബാക്കി വെക്കരുത്. ഇവനെയും ചേർത്ത് 6 എണ്ണത്തിനെയും കത്തിച്ചേക്ക്. എല്ലാം കൂടെ സ്കൂളിൽ തീ പിടിച്ച കണക്കിൽ ചേർത്താ മതി. ചേട്ടാ, പറയുന്ന കേക്ക്. അവര് പറയില്ല, ആരും അറിയാൻ പോകുന്നില്ല. വിട്ടേക്കവരെ. നിനക്ക് പറ്റില്ലെങ്കിൽ നീ ഇവിടുന്ന് സ്ഥലം വിടാൻ നോക്ക്. ഇത് ഞാൻ നോക്കിക്കോളാം. ജോബി, പ്ലീസ് വേണ്ട. എന്താടാ ആലോചിക്കുന്നേ? പിള്ളേര് വാ തുറന്ന് എല്ലാരും കുടുങ്ങും. ഓടിക്കടാ. ജോബി വേണ്ട, ഞാൻ പറയുന്ന കേക്ക്. വേണ്ട ചേട്ടാ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. ചെയ്യരുത് അങ്ങനെ ചേട്ടാ. പൊയ്ക്കോ. പഠിക്കുന്ന കുട്ടികളല്ലേ ഏട്ടാ.
പെട്രോളിന്റെ മണം വിട്ടുപോകുന്നില്ല നേതാവേ. തനിക്കറിയില്ലടോ, ഈ ജോലിയിൽ തൊഴിലാളിക്കും മുതലാളിക്കും ഒരൊറ്റ വ്യത്യാസമേ ഉള്ളൂ. മുതലാളിക്ക് വേണ്ടി അടിച്ചാൽ അവൻ തൊഴിലാളി, മുതലാളിയെ കയറി അടിച്ചാൽ അവനാകും മുതലാളി. താനെന്താ നോക്കുന്നേ? കൊളത്തിയേക്ക്. നീ എത്രയൊക്കെ ശ്രമിച്ചാലും ഇനി അവനെ തടയാൻ പറ്റില്ല. നിന്റെ അനിയൻ ഒരുപാട് മാറിയിരിക്കുന്നു. എൻ്റെ അനിയന് പകരമായിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞ എനിക്ക് വേണ്ടിയല്ലേ ഇങ്ങനെയൊക്കെ ആയത്? അവനെ അങ്ങനെ വിടാൻ പറ്റുമോ എനിക്ക്? അവനൊരു പാവല്ലേ, ജീവിതം എന്താന്ന് കൂടി അവൻ അറിഞ്ഞിട്ടില്ല. എന്നിട്ട് അവൻ ഇങ്ങനെയൊക്കെ നടക്കുന്ന കാണുമ്പോൾ എനിക്ക് അയാളുടെ കയ്യിൽ നിന്ന് എൻ്റെ അനിയനെ എനിക്ക് എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അയാൾ മനസ്സ് വെച്ച എൻ്റെ അനിയനെ വിട്ടുതരില്ലേ? പറയുന്നത് പോലെ ഒന്നും ഇവിടെ നടക്കണമെന്നില്ലടാ. സൂക്ഷിക്കണം. വാ, നമുക്ക് മഹാദേവൻ സാറിനോട് നേരിട്ട് പോയി സംസാരിക്കാം. അവനോടൊന്നും ആവശ്യമില്ല സംസാരിക്കുന്നേ. തട്ടിക്കളഞ്ഞേക്കടാ അവനെ. പറയുന്നത് കേക്കടാ. പറ മുതലാളി. എന്താടാ ശല്യം ചെയ്യുന്നേ? തമ്പി ഇതുവരെ വരുന്നുണ്ട്. നമസ്കാരം. ഇത്രയും ധൈര്യം എന്റെ മുമ്പിൽ വരെ നീ എനിക്കിട്ട് പണിയാൻ നിൽക്കുമല്ലോടാ. എരിയുന്ന തീയിൽ എണ്ണ ഒഴിച്ചിട്ടും അണ്ണാതുരേ വിടറാവനെ. എന്തിനാ ഇവിടേക്ക് വന്നേ? ഇവന്റെ അനിയന്റെ ഒരു കാര്യം ചോദിക്കാൻ വന്നതാ. അവൻ പെട്രോൾ ഒഴിച്ചിട്ട് ദൂത് വിട്ടതായിരിക്കും നിന്നെ അല്ലേ? അവൻ ചെയ്ത പ്രവർത്തിക്ക് അവനെ വെട്ടിക്കൊന്നാലേ എന്റെ ദേഷ്യം തീരൂടാ. കൊണ്ട് പോടാവിനെ. രണ്ട് മുഖം ഒരുപോലെ വെച്ചിട്ട് നാട്ടുകാരെ പറ്റിക്കാൻ നോക്കുന്നോ? പോടാ വന്നേക്കുന്നവൻ. നമുക്ക് വൈകുമ്പ നീ ഇങ്ങോട്ട് വരാനാ പറഞ്ഞത്. ചേട്ടാ, തമ്പിതുര വന്നിട്ടുണ്ട്. ഒറ്റ വെട്ടിന് തീർത്തേക്കണവനെ, ഇല്ലെങ്കിൽ അവൻ നമ്മളെ കുരുക്കിലാക്കും. കേട്ടല്ലോ? പോ. എന്നോട് ക്ഷമിക്കണം. ആ കുട്ടികൾക്ക് എന്തെങ്കിലും ആകുന്ന കണ്ടിട്ടാണ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. ഞാൻ ചെയ്തത് തെറ്റ് തന്നെയാ. അങ്ങയുടെ മനസ്സിൽ എന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചാലും, എന്നോട് എത്ര ദേഷ്യമുണ്ടെങ്കിലും ദയവേ ഇതെല്ലാം മറക്കണം. അന്ന് നീ എന്നെ കൊല്ലുമെന്നോർത്താ നിന്റെ കൂടെ ഞാൻ ജോലിക്ക് ചേർന്നത്. എന്നാ ഇപ്പം ഞാൻ നിന്നെ കൊല്ലുമെന്നുള്ളൊരു പേടിയിൽ എന്നെ പോകാൻ അനുവദിക്കുക. എന്നെ കൊണ്ടത് ചെയ്യിക്കരുത്.
ഒറ്റക്കിനി ആരാ ഉള്ളത്? ഇത് വല്ലതും കേൾക്കുന്നുണ്ടോ? അയ്യോ, ഞങ്ങളിനി ഒറ്റക്കായി. മാലയിടാൻ വേണ്ടി വന്നിരിക്കല്ലേ? ഈ ഉഷാറ് നിങ്ങൾ നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ആ തമ്പിദൂര ഈ കിടപ്പ് ഇവിടെ കിടന്നേനെ. പോ സാറേ, ഇങ്ങനെ ഇവിടുന്ന് എടുക്കുന്നതിന് മുമ്പ് അവൻ ചത്തൊന്ന് പറ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ ശവമായിരിക്കും കാണുന്നത്. പോ ഇവിടുന്ന്, പോ എല്ലാവരും. അയ്യോ, തമ്പിതുര കോടതിയിൽ സറണ്ടർ ആവാൻ പോവാ. എന്താ ചെയ്യാ സാറേ? കറുപ്പായി മതം പിടിച്ച ഒരു ആനയെ പോലെയായിരുന്നു. തലയെടുപ്പോടെ നിൽക്കും. ആ അവനെയാണ് മറിച്ചത്. അവൻ വളർന്ന് മേലേക്ക് പോയാൽ എല്ലാവൻ്റെയും പണി തീരും. വേറൊരു മാർഗമില്ല. തമ്പിതുരയെ കൊല്ലണം. നീയൊക്കെ കാക്കി ഉടുപ്പിട്ടിട്ടും അവൻ ജീവനോടെ നടക്കുകയല്ലേ? അവൻ നേതാവിനെ കൊന്ന പോലെ ഒരു പോലീസുകാരനെ കൊന്നിരുന്നെങ്കിൽ ഈ സമയം കൊണ്ട് ഞാൻ അവനെ വെടിവെച്ച് കൊന്നേനെ. ഓരോ ബുള്ളറ്റിനും കണക്കുള്ളതല്ലേ സാറേ? സബാഷ്. അപ്പോ പോലീസുകാരനെ കൊന്നാ നിങ്ങൾ നന്നായിട്ട് ജോലി നോക്കൂല്ലേ? മുതലാളി, SI തീർത്തു. ബോഡി കൊണ്ടുപോയി എവിടെയെങ്കിലും തട്ടിയിട്ട് നിങ്ങൾ അവിടെ നിന്ന് മാറിപ്പോയിക്കൊള്ളണം. ഇത് മതിയാവും തമ്പിതുര ചാവാൻ. നന്നായി തുടച്ചേക്ക്. കഴിഞ്ഞ പ്രാവശ്യം വല്ലാത്ത നാറ്റമായിരുന്നു. വെള്ളമൊഴിച്ചു വിടണം. ശരിയേട്ടാ. പൊക്കടാ. നിങ്ങൾ സൈൻ ചെയ്ത് തമ്പിതുരെ. നാളെ സൺഡേ ഒരു ദിവസം മാത്രം എവിടെയെങ്കിലും സേഫായിട്ട് തങ്ങിയിട്ട് മൺഡേ മോർണിംഗ് ഏതെങ്കിലും കോടതിയിൽ സറണ്ടർ ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യം നമുക്ക് എളുപ്പമായി. തിരുവാലൂർ പോലീസ് ഉദ്യോഗസ്ഥൻ കൊല്ലപ്പെട്ട നിലയിൽ. തുടർന്ന് കൊലകൾ നടത്തും പേരുകേട്ട റൌഡി. തുടർന്ന് നടക്കുന്ന കൊലപാതകത്താൽ തിരുവാലൂരിൽ പരിഭ്രാന്തി പടരുന്നു. ദേശത്തിനടുത്തുള്ള തിരുവാലൂരിൽ ചെയർമാൻ കരുണാകരന്റെ കൊലപാതക ഭീതി കെട്ടടങ്ങുന്നതിനു മുൻപായി അവിടെ തന്നെ ഒരു കൊലപാതകം. അതേ റൌഡി തന്നെ ചെയ്ത ഈ സംഭവം ജനങ്ങളുടെ ഇടയിൽ ഭീതി പരത്തിയിരിക്കുകയാണ്. വിശദ വാർത്തകൾക്കായി അവിടെയുള്ള നമ്മുടെ റിപ്പോർട്ടർ സാബുവിനോട് ചോദിക്കാം. സാബു, അവിടെ എന്താണ് നടക്കുന്നത്? ഇന്നലെ ഉച്ചയ്ക്ക് കരുണാകരൻ കൊല്ലപ്പെട്ട പരിഭ്രാന്തി അടങ്ങും മുൻപ് അതേ റൌഡി തന്നെ വീണ്ടും ഒരു കൊല ചെയ്തിരിക്കുന്നു. കൊല്ലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ച് വിവരങ്ങൾ എന്തെങ്കിലും കിട്ടിയോ? കൊല നടന്നതിനെ കുറിച്ചും കൊലപാതകയെക്കുറിച്ചും വേറെ എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയോ? സത്യമാണ് പ്രിയ. ഇന്നലെ ചെയർമാനെ കൊലപ്പെടുത്തിയ റൌഡി തമ്പിദുര വീണ്ടും ഒരു കൊല നടത്തിയിരിക്കുകയാണ്. സംഭവം നടന്ന സ്ഥലത്താണ് ഞാനും ക്യാമറമാൻ നിൽക്കുന്നത്. തമ്പിദുരയെ പിടിക്കാൻ പോയ സമയത്താണ് SI കൊല്ലപ്പെട്ടതെന്ന് പോലീസ് പറയുന്നു. മരിച്ച പോലീസുകാരന്റെ പേര് വരദൻ എന്നാണ്. ഈ അതിർത്തിയിലുള്ള സ്റ്റേഷനിൽ തന്നെയാണ് അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. തുടർന്നുള്ള ഈ കൊലപാതകങ്ങൾ വെച്ച് നോക്കുമ്പോൾ ജനങ്ങൾ മാത്രമല്ല നാട്ടിലെ പ്രമുഖരും ജീവനിൽ ഭയന്നിരിക്കുകയാണ്. തമ്പിദുരയുടെ പേരിൽ ദിവസപ്പിരിവ്, മനുഷ്യക്കടത്തൽ, കഞ്ചാവ് വിൽപ്പന, ഗുണ്ടായസ് ഇങ്ങനെ പല കേസുകളും ഉള്ളതായി പറയപ്പെടുന്നു. വിശദീകരണത്തിന് നന്ദി സാബു. കൂടാതെ മറ്റു വാർത്തകൾക്കായി ഞങ്ങളോടൊപ്പം സഹകരിക്കണം. പോലീസ് ഉദ്യോഗസ്ഥന്റെ കൊലപാതകത്തിന് കാരണക്കാരനായ കൊലപാതകി തമ്പിദുരയെ പിടിക്കുവാൻ DSP പ്രഭാകരന്റെ നേതൃത്വത്തിൽ പോലീസ് സേനകളെ അയച്ച് കനത്ത തെരച്ചിൽ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈശ്വരി മോളെ. ഈശ്വരി, എന്താ ഓഫീസിൽ നിന്ന് ഫോൺ വന്നേക്കുന്നടി? ഹലോ. യെസ് സർ. ഷുവർ സർ. അച്ഛാ, എനിക്ക് അത്യാവശ്യമായി തിരുക്കോയിൽ വരെ ഒന്ന് പോണം. എന്ത് പറ്റി മോളെ? ഒരു മർഡർ നടന്നു. SI കൊന്നുന്നാ പറഞ്ഞേ. ഞങ്ങളുടെ സ്റ്റേഷനിൽ നിന്ന് ഫോഴ്സിന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പോലീസിന് പോലെ രക്ഷയില്ലാതായോ? തമ്പിതുര പോലെയുള്ള ആൾക്കാരെ വളരാൻ സമ്മതിച്ച വരദന്റെ അവസ്ഥ തന്നെയായിരിക്കും നാളെ നമുക്കും. പോലീസ് യൂണിഫോമിൽ ചോര പുരണ്ട. എന്ത് സംഭവിക്കുമെന്ന് റൌഡികൾ അറിയണം. ഈ തോക്കിലുള്ള 4 ബുള്ളറ്റെങ്കിലും തമ്പിതുരയുടെ ശരീരത്തിൽ ഇറങ്ങണം. സർ, അത് അണ്ണന്തുരയാണ്. അയാൾ എനിക്ക് വളരെ നന്നായിട്ട് അറിയാം സർ. തമ്പിതുരയുടെ ചേട്ടന്റെ പേരാ. രണ്ടുപേരും ട്വിൻസ് ആണ്, റൈറ്റ്? യെസ് സർ. സാറേ, വീട് പൂട്ടിയിരിക്കണം സാറേ. മോളെ രേവതി, ആരാന്ന് നോക്ക്. തമ്പിതുര എവിടെയാടോ? അറിയില്ല. തമ്പിതുര എവിടെയാണ്? സത്യമായിട്ടും അറിയില്ല സാറേ. മോനെ ഞങ്ങളുടെ കൈ കിട്ടട്ടെ.
നിങ്ങളുടെ കുടുംബം കൊള്ളുന്നോണ്ട് ഞാൻ. എന്റെ കുടുംബം എല്ലാം നാശമായിട്ട് വർഷങ്ങളായി. എന്റെ മോനെ പോലും കണ്ടിട്ട് മാസങ്ങളായി സാറേ. കാണുവാടാ, നാളെ ശവമായിട്ട് കാണും. പോലീസുകാരന്റെ ദേഹത്ത് കൈവച്ച റൗഡികളുടെ സ്ഥിതി എന്താണെന്ന് കാണിച്ചെടാ. സാറേ, രക്ഷിക്കണം സാറേ. കൊലക്കുറ്റം ഏറ്റെടുത്ത് ജയിലിലേക്ക് പോകാമെന്ന് വിചാരിച്ച ഞാൻ ചെയ്യാത്ത കൊലയും എൻ്റെ തലയിൽ ചുമത്തുവാണ്. ഒരുപാട് ലേറ്റായി. നിന്നെ ആരെങ്കിലും ഫോളോ ചെയ്യും. നീ പോയിക്കോ, രാവിലെ ഞാൻ ഫോൺ ചെയ്യാം. ഇനിയിപ്പോ എന്ത് ചെയ്യും? അറിയില്ല. ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു ചോദ്യത്തിന് മറുപടി അറിയാതെ നിൽക്കുന്നേ. ഏയ്, എന്തിനാ കരയുന്നേ? പൊട്ടിപ്പെണ്ണ്, എനിക്കൊന്നും ആവില്ല. കരയില്ലെന്ന് പറഞ്ഞില്ലേ, ആരെങ്കിലും കേൾക്കും. എനിക്കൊന്നും സംഭവിക്കില്ല. നിനക്ക് എന്തേലും സംഭവിച്ച പിന്നെ ഞാൻ ജീവിച്ചിരിക്കില്ല. എനിക്കൊരു വിഷമവുമില്ല. ധൈര്യമായിട്ടിരിക്കും. ഏയ്, നീ വിഷമിക്കണ്ട, സൂക്ഷിച്ചു പോക്കോ. മുതലാളി, തമ്പിതുര. മിണ്ടാതിരിക്കുക. ഒരു വേട്ടക്കാരൻ കുറേ വേട്ടനായ്ക്കളെ വളർത്തി. അതിലൊന്നു മാത്രം നന്നായിട്ട് വളർന്നു. ആ നായ അയാൾ ആശയോടെ വളർത്തിയ മറ്റു നായ്ക്കളെ കൊല്ലാൻ തുടങ്ങി. ദേഷ്യം വന്ന വേട്ടക്കാരൻ ആ വെറി പിടിച്ച നായയെ കൊല്ലാൻ തീരുമാനിച്ചു. കഷ്ടകാലത്തിന് ആ നായ വേട്ടക്കാരൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. അവനപ്പോൾ എന്തു ചെയ്യും? ഉത്തരം നീ പറ. കൊന്നുകളെ. വേണ്ട, ഒന്നും ചെയ്യരുത്. എന്നെ കൊല്ലരുത്. അതെ, ഈശ്വരി ഇങ്ങോട്ടൊന്ന് വന്നേ. എന്ത് ചേച്ചി? ഇത് മരിച്ചുപോയ ഇൻസ്പെക്ടർ വരദന്റെ സെൽഫോണാ. ഇതിൽ വന്ന മെസ്സേജ്, വന്ന ഫോൺ കോൾസ് എല്ലാം ഈ ഷീറ്റിൽ എഴുതി വെച്ചേക്ക്. ഫോട്ടോസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ കമ്പ്യൂട്ടറിൽ കോപ്പി ചെയ്തേക്ക്. പോയിറങ്ങി പോകാൻ. ഒരു മകൻ നമുക്കില്ലെന്നല്ലേ പറഞ്ഞോണ്ടിരുന്നത്. ഇപ്പൊ 2 മക്കളും ഇല്ലാതായിരുന്നേ. നമസ്കാരം, ഞാൻ അണ്ണാദുരയാ സംസാരിക്കുന്നത്. ഞാൻ തമ്പിദുരയാ സംസാരിക്കുന്നത്. ഞാൻ ചെയ്ത തെറ്റിന് എന്നെ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷെ എൻ്റെ കുടുംബത്തെ ദ്രോഹിക്കരുത്. എടോ DSP, എന്നെ മനസ്സിലായി തനിക്ക്? ഞാൻ തമ്പിദുരയാ സംസാരിക്കുന്നത്. ഈ ലോകം എനിക്ക് എന്ത് തന്നോ അതാണ് ഞാനിപ്പോൾ തിരിച്ച് തന്നുകൊണ്ടിരിക്കുന്നത്. ഈ സ്കൂള് ഒരു അധ്യാപകൻ്റെ ജോലി എനിക്ക് തന്നു. അത് ഞാൻ നന്നായി നിറവേറ്റി. ആ ചെയർമാൻ എനിക്കൊരു റൗഡി പട്ടം തന്നു.
അവൻ്റെ കൂടെ വിശ്വസ്തനായി നിന്ന് ആ ജോലി നന്നായി ഞാൻ നിറവേറ്റുകയായിരുന്നു. ആ മടയൻ എൻ്റെ വഴിയിൽ തടസ്സമായി വന്നു. ഞാൻ അവനെ കൊന്നു. നിന്റെ ഡിപ്പാർട്ട്മെൻറ്റിലുള്ള വരദനും ആ ജോലി ചെയ്തു. അവനെ ഞാൻ കൊന്നു. എൻ്റെ വഴിക്ക് കുറുകെ ആര് വന്നാലും ഒരുത്തനെ ഞാൻ വെറുതെ വിടില്ല. മനസ്സിലായോ? ഓർമ്മയിരിക്കട്ടെ. എടോ DSP, ഞാൻ തമ്പിതുരയാ സംസാരിക്കുന്നത്. ഈ ലോകം എനിക്ക് എന്ത് തന്നു അതാണ് ഞാനിപ്പോൾ തിരിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. അണ്ണാതുരേ, ആരാ? എന്നെ പിടിക്കാൻ ശ്രമിക്കരുത്. പോലീസാണെന്നൊന്നും ഞാൻ നോക്കില്ല. കൊന്നുകളയും ഞാൻ. പൊയ്ക്കോ ഇവിടുന്ന്. മറ്റു പോലീസുകാരൊക്കെ എവിടെ? ഞാൻ തനിച്ചാണ് വന്നിരിക്കുന്നത്. തനിച്ചാ വന്നേന്നോ? രണ്ടുപേരെ കൊന്ന കൊലയാളിയെ പിടിക്കാൻ വേണ്ടി തനിച്ചാ വന്നേന്നോ? തോക്കുപോലും ഇല്ലാതെ വന്നിട്ട് എന്ത് ധൈര്യത്തിലാ വന്നത്? പൊയ്ക്കോ, പൊയ്ക്കോ. നിങ്ങൾ അണ്ണാതുരയല്ലേ? പറയ്, നിങ്ങൾ അണ്ണാതുര തന്നെയല്ലേ? ഞാൻ തമ്പിതുരയാണ്. വെറുതെ കള്ളം പറയല്ലേ. നിങ്ങൾ അണ്ണാതുര തന്നെയാണ്. ഞാൻ തമ്പിതുരയാണെന്ന് പറഞ്ഞില്ല നിന്നോട്? നിങ്ങളുടെ കയ്യിൽ ഈ പച്ച കുത്തിരിക്കുന്ന കണ്ടാൽ തന്നെ അറിയാം നിങ്ങൾ അണ്ണാതുരയാണെന്ന്. ഞാൻ തമ്പിതുരയാന്ന് പറഞ്ഞില്ല നിന്നോട്? ഇവിടുന്ന് പോവാൻ നോക്ക്. പോകാനാ പറഞ്ഞേ? നിങ്ങൾ നുണയാണ് പറയുന്നത്. നിങ്ങൾ തമ്പിതുരയല്ല അണ്ണാതുരയാണെന്ന് ഞാൻ പറയാൻ പോവാ. അതെ, ഞാൻ അണ്ണാതുര തന്നെയാ. എൻ്റെ കഥ നിനക്കറിയില്ല, പറഞ്ഞാൽ മനസ്സിലാവത്തുമില്ല. എല്ലാം നല്ലതിനു വേണ്ടിയാണ് ചെയ്യുന്നേ. ഞാൻ മരിച്ചെങ്കിൽ എൻ്റെ അനിയന് ജീവിക്കാൻ കഴിയൂ. എൻ്റെ അച്ഛനും അമ്മയും സന്തോഷിക്കണം. മനസ്സിലാക്കുക പ്ലീസ്. നിങ്ങളുടെ അനിയനെ അറസ്റ്റ് ചെയ്യാനല്ല അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഷൂട്ട് ചെയ്ത് കൊല്ലാനാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾ അവിടേക്ക് പോവരുത്. നിങ്ങൾ കൊന്നുകളയും അവര്. അറിയാം, ഞാൻ മരിച്ചെങ്കിൽ എൻ്റെ അനിയൻ അണ്ണാതുരയാക്കാൻ കഴിയൂ, സമാധാനമായി ജീവിക്കാനും കഴിയൂ. സാറേ, അകത്തൊരു വനിതാ പോലീസ് കുടുങ്ങിയിട്ടുണ്ട്. ആരാടോ അത്? ഈശ്വരിയ സാറേ. അവളെങ്ങനെയാ അകത്ത്? അതെന്താണെന്നറിയില്ല സാർ. ഒറ്റയ്ക്ക് പോയി പ്രതിയെ പിടിച്ച പേരും പ്രശസ്തിയും കിട്ടുമെന്ന് വിചാരിച്ചായിരിക്കും. ഞാനിപ്പോ നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നെങ്കിൽ അതിന് കാരണം നിങ്ങൾ മാത്രമാണ്. നിങ്ങളെ ഞാൻ മരണത്തിന് വിട്ടുകൊടുക്കില്ല. ഇനി എന്ത് പറഞ്ഞാലും ഞാൻ അതിന് സമ്മതിക്കില്ല. ഇതിനു മുമ്പ് ഇൻസ്പെക്ടറെയും MLA നീ കൊന്നിരിക്കുന്നു. ഇനിയും നീ ഇത് ആവർത്തിക്കാൻ പാടില്ല. മര്യാദ ഈശ്വരയെ പുറത്തേക്ക് വിട്.
ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ചെയ്ത ഉപകാരം ഇന്നും മനസ്സിൽ വെച്ചിരിക്കുന്നത്. ഒന്നും വരില്ല നിനക്ക്. ദയവേ തന്നെ തടയരുത്. എനിക്ക് പോണം. എന്നോട് ക്ഷമിക്കുക. പറഞ്ഞാ മനസ്സിലാവില്ല. എന്നെ വേണമെങ്കിൽ നിങ്ങൾ കൊന്നു കളഞ്ഞോളൂ, എന്നാലും ഞാൻ ഇതിന് സമ്മതിക്കില്ല. നിന്റെ കാല് വീണ് ഞാൻ അപേക്ഷിക്കാണ്. ദയവേത് എന്റെ കുടുംബത്തെ ജീവിക്കാൻ അനുവദിക്കുക. എന്റെ ജീവൻ പോയെങ്കിലേ ആ 4 പേർക്കും ജീവിക്കാനാവും. പ്ലീസ്. ഹലോ തമ്പിതുരെ, മര്യാദക്ക് സറണ്ടർ ആയിക്കോ. നീ ആ പെണ്ണിനെ പിടിച്ചു വെച്ചിരിക്കുന്ന ഓരോ നിമിഷവും നിന്റെ ജീവനാണ് അപകടം. പറയുന്ന കേക്ക്. പോലീസ് ഡിപ്പാർട്ട്മെന്റ് മുതൽ പൊളിറ്റീഷ്യന്മാരുടെ എല്ലാ രഹസ്യരേഖകളും എന്റെ കൈവശം തന്നെയുണ്ട്. എന്നെ പുറത്തുവിട്ടാൽ നിങ്ങൾക്കെല്ലാം കിട്ടും. മനസ്സിലാവുന്നുണ്ട് തമ്പിതുരെ, നീ പേടിക്കണ്ട. ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. നീ എപ്പോ പുറത്തു വരുമെന്ന് പറ, സേഫായിട്ട് ഞാൻ കൊണ്ടുപോവാം. 5 മിനിറ്റ് കഴിയുമ്പോൾ ഞാൻ പുറത്തേക്ക് വരും. ഇപ്പൊ എന്നെ അവർ ഷൂട്ട് ചെയ്യും. നീ ഈ റൂമിൽ നിൽക്കുന്നത് സേഫല്ല. അടുത്ത റൂമിലേക്ക് പോകണം. വാ. തമ്പിതുര, ഇനി അവൻ അണ്ണാതുര. തമ്പിതുര, അണ്ണാതുര. Ha